ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF. ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അത് മേജറാണ്. ആ കൂട്ടത്തിൽ ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മം ഉണ്ടാക്കുന്നത് പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ച് നിങ്ങൾ കുറെ, എല്ലാവരും അല്ല, കുറെ പണിയൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് UDFന് അറിയാം. എല്ലാ വീട്ടിലും ഞങ്ങളത് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന്റെ അജണ്ട UDF തീരുമാനിക്കും. UDF ആ അജണ്ട അനുസരിച്ച് UDFന്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എത്തും. നിങ്ങൾ ഇന്നലത്തെ CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉള്ള ചർച്ചകളെ കുറിച്ച് കൂടി ഇടയ്ക്ക് അന്വേഷിക്കും. ഈ KPCC യോഗം കൂടുമ്പോൾ അതിലെ വാർത്തയൊക്കെ എടുത്ത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ഉള്ളത് ഇല്ലാത്തതൊക്കെ. അതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റ് CPMന്റെ കൂടിയത് ഒന്ന് അന്വേഷിക്കും. എന്തൊക്കെയാ അവർ ചർച്ച ചെയ്തത്? തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയ എന്തോ പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF. ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അത് മേജറാണ്.